ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പെരക്കകത്തൊന്നും ഇരിക്കാൻ പറ്റൂല. പാടത്തറമ്പാണെങ്കിലും ഉണ്ടല്ലോ, ഭയങ്കര ചൂടാ. ഞങ്ങൾക്ക് ഈ അകത്തൊക്കെ ഇരുന്നാലും തീ പോലെ പൊള്ളുക. അപ്പൊ നമുക്ക് ഭയങ്കര ദാഹവും പരവേശവും ഒക്കെ. എന്തോരം വെള്ളം കുടിച്ചാലും നമുക്ക് വെള്ളം മതിയാവില്ല. ഭക്ഷണമൊക്കെ കുറവായി ഇപ്പൊ കഴിക്കുന്ന കേട്ടോ. വെള്ളം കുടിച്ചാണ് നമ്മളിങ്ങനെ വയറ് വീർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദാഹവും പരവേശവും ക്ഷീണവും ഒക്കെ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഇനിയുള്ള കുറെ ദിവസങ്ങളിൽ നല്ല ചൂടിൽ ഉപയോഗിക്കാവുന്ന അടിപൊളി ഡ്രിങ്ക്സുകൾ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പാനീയങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അല്ലെ. കാരണം നമ്മളിവിടെ പലതരം ഈ വേനൽക്കാലത്ത് കുടിക്കുന്ന പലതരം പാനീയങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നത്. അപ്പൊ അതിൽ ഒരെണ്ണമാണ് ഇന്ന് കാണിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് വളരെ ഗുണമുണ്ട്, ശരീരത്തിന് വളരെ നല്ലതുമാണ് അല്ലെ. ക്ഷീണം മാറും. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭാരാണ്. പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. പലരും പല രീതിയിൽ സംഭാരം ഉണ്ടാക്കുന്നവരുണ്ട്. എങ്കിലും നമ്മൾ സംഭാരം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മള് പശുവും പാല് മേടിച്ച് ഒടിച്ച പാലാണ് നമ്മൾ മോരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തൊരു സംഭാരം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ മംഗലത്തിനാണ് സംഭാരം ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ പ്രത്യേക ചില തണുപ്പൂടുണ്ട് ഈ മംഗലം എന്ന് പറയുമ്പോൾ. നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പാണ് ഈ മംഗലത്തിൽ. നമ്മൾ സ്റ്റീലിന്റെ പാത്രത്തിലോ അല്ലെ അലുമിനിയോ അല്ലെ കുപ്പിയിലൊക്കെ മേടിച്ച് അത്രയും തണുപ്പ് കിട്ടില്ല. മംഗലത്തിന്റെ പ്രത്യേക ഗുണമുണ്ട്. ഈ തെക്കോട്ടൊക്കെ പോകുമ്പോ കാണാം ഈ വഴിയോരത്തൊക്കെ ഈ മംഗലത്തിൽ സംഭാരം, വലിയ കലത്തിൽ സംഭാരം നമുക്ക് കുടിക്കാൻ തരുന്നത് ഈ ചെറിയ കുഞ്ഞു കലത്തിനകത്താണ് നമുക്ക് സംഭാരം അവർ തരുന്നത്. ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ ഞാനൊന്നും ഉണ്ടാക്കുന്നത് ചെറിയ കലമാണ് നമുക്കുള്ളത്. അതിനകത്ത് സംഭാരം ഉണ്ടാക്കാൻ പോകണം. കുറച്ച് കാന്താരി മുളകും ഇഞ്ചിയും കൂടെ ഇടിച്ചിട്ടുണ്ട്. ഇടിച്ചെന്ന് പറഞ്ഞാൽ ഒരുമാതിരി അരച്ചതെടുത്തു. അവനവന്റെ എരിവിന്റെ പാകത്തിന് കാന്താരി എടുക്കാം. ഇഞ്ചിയും വേണം. പിന്നെ ചുവന്നുള്ളി നമ്മൾ ചിലട്ട് ചേർക്കും. ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെച്ചേക്കാൻ കൊള്ളൂല. അന്നേരം കുടിക്കാനാണ് ചുവന്നുള്ളി. അന്നേരമാണെങ്കിൽ ചുവന്നുള്ളിയുടെ ചതച്ച നല്ല രുചിയുണ്ട്, നല്ല ഒരു തണുപ്പുണ്ട്. പക്ഷെ വെച്ചിരുന്നാലാ വെള്ളത്തിനൊരു വേറൊരു വ്യത്യാസം ടേസ്റ്റ് മാറും അല്ലേ. ഞാനിന്ന് ഇടാൻ പോകുന്നത് ഈ ചുവന്നുള്ളി, പിന്നെ കാന്താരി മുളകും കരിവേപ്പിലയും കൂടാണ് ഈ സംഭാരത്തിന് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്ന് ഇടാം. പിന്നെ അതിന് കുറച്ച് ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എപ്പോഴും സംഭാരം അല്ലേ. സംഭാരം കഞ്ഞിവെള്ളം ഒക്കെയായിരുന്നു. അതൊക്കെ മാറി ഇപ്പൊ സ്ക്വാഷ് ആയി പോകും. അത് കുറച്ച് മോര് കുടിക്കാം. നമ്മൾ ഉണ്ടാക്കിയ മോരാണ്, നമ്മൾ വാങ്ങിച്ച മോരൊന്നും. തൈര് നമ്മൾ കലക്കി മോരാക്കി മാറ്റിയതാണ് ഇത്. തൈര് കഴിക്കുന്നേക്കാളും നല്ലത് മോര് നെയ്യ് മാറ്റിയ, തൈരിൽ നിന്ന് നെയ്യ് മാറ്റിയെടുക്കുന്ന മോരാണ് നമുക്ക് ശരീരത്തിന് എപ്പോഴും നല്ലത്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. മോരുവെള്ളം നന്നായിട്ട് കുടിക്കണം എന്നാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെയാണ് പറയണത്. ഇനി ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഒരു ടിപ്പുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് നാരകം വീട്ടിലുണ്ടെങ്കിൽ നാരകത്തിന്റെ ഇല പയ്യെ ഒന്ന് ചതച്ച് ഇതിന്റെ അകത്ത് ഇട്ടാലും അന്നേരം കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ, നാരകത്തിന്റെ ഇല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണേൽ അപ്പൊ കുടിക്കാനാണെങ്കിൽ ഇത് കണ്ടത് നാരങ്ങ കണ്ടില്ലേ, അല്പം നാരങ്ങ നീരും കൂടി ഇതിന്റെ അകത്ത് ചേർത്താല് മറ്റൊരു ഫ്ലേവർ കിട്ടും. വെച്ചേക്കാൻ കൊള്ളത്തില്ല. അപ്പൊ നമ്മളിപ്പോ കുടിക്കുന്നതാണെങ്കിൽ നമുക്ക് നാരകത്തിന്റെ ഇല ഇട്ട് കുടിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നാരങ്ങായി ഇട്ട് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇതൊന്നും ചേർക്കുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭാരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. വെച്ചിരുന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പകൽ ഇതാണ് കുടിക്കുന്നത്. പകലും രാത്രിയിലും ഒക്കെ കുടിക്കും. അത് തന്നെ സംഭാരം. അപ്പൊ വയറിന് പക്ഷെ നല്ലതാണ്. നെയ്യ് മാറ്റിയ തൈരിൽ നിന്ന് നെയ്യ് മാറ്റിയിട്ട് മോരാക്കിയിട്ട് ആ മോര് കൊണ്ട് ഇങ്ങനെ സംഭാരം ഉണ്ടാക്കി കുടിക്കുന്ന വയറിന് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കലത്തിലെ സംഭാരം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സംഭാരം എന്ന് പറഞ്ഞാൽ കണ്ടില്ല, ഒരു പാടില്ല, സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു പാനീയമാണ് കേട്ടോ. എരിവും രുചിയൊക്കെ ഒത്തിരി നമുക്ക് സഹിക്കാൻ പറ്റാത്ത എരിവ് അത്രയൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് ഈസി ആയിട്ട് കുടിക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു കാന്താരി മുളക് ഏറ്റവും നല്ല സംഭാരത്തിന്. പച്ചമുളകോ മറ്റുള്ള മുളകിനെക്കാട്ടും നമ്മളിപ്പോ കാന്താരി അല്ലേ ഇതിനകത്ത് ചേർത്തേക്കണേ. കണ്ടോ കാന്താരി കണ്ടില്ലേ. കാന്താരി ഇങ്ങനെ പയ്യെ ഒന്ന് ചതച്ചിട്ടാണ് കാണാൻ പാടില്ലേ, ചതച്ചിട്ടാണ് ഇട്ടുള്ളത്. ഇഞ്ചിയും ചതച്ചതാണ്. ഇനി ഇപ്പൊ കുടിക്കാനാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു ഉള്ളിയും കൂടി ഇടാം. ഇനി മറ്റൊരു ടിപ്പും കൂടെ പറയാം. നമ്മളിപ്പോ ഇതിങ്ങനെ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുമോ ഇപ്പൊ, ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച്. ഇപ്പൊ എല്ലാവർക്കും നല്ല തണുപ്പ് വേണ്ട. കാരണം നോർമലി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചുള്ള തണുപ്പല്ല, ഈ ഒരു ഇളം തണുപ്പാണ് എപ്പോഴും ശരീരത്തിന് നല്ലത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് നല്ല തണുപ്പ് വേണ്ടതുകൊണ്ട് നമ്മളും ഇത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ കുടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ ഒരു ഉള്ളി പൊളിച്ചിട്ട്, ചുമന്നുള്ളി പൊളിച്ചിട്ട് പയ്യെ ഒന്ന് കത്തി വെച്ചിട്ട് പയ്യെ ഒന്ന് നമ്മളിങ്ങനെ ചതക്കത്തില്ലേ, അതുപോലെ പയ്യെ ഒന്ന് ചതച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ നേരത്ത് മതി. നമ്മുടെ സംഭാരം നമ്മൾ കുടിക്കാൻ പോവാണ് കേട്ടോ. എന്തായാലും നമ്മളിത്
തണുപ്പ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട് കേട്ടോ. ഇത് ഐസ് കട്ടിയായി വരുന്നേ ഉള്ളു. അതുകൊണ്ട് ഇതിന്റെ അകത്തൊക്കെ കണ്ടില്ലേ ഓട് പോലെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി തണുപ്പ് വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഐസ് ക്യൂബ്സ് ഇടുന്നത്. അത് മതിയില്ലമ്മേ? കുറച്ച് ഐസ് മതി. വെള്ളം ഒഴിക്കണ്ട. ഓക്കെ, അപ്പൊ ഐസ് ഇട്ടിട്ടുണ്ട്. സംഭാരം നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഓക്കെ, നമ്മുടെ ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ ഇത്. നമ്മൾ ഫലൂദയൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ. അപ്പൊ അതിന്റെ ഗ്ലാസ് ആണ് ഇത്. കുറെ നാളായി എടുത്തിട്ട് ഇത്. നമ്മൾ അവിൽ മിൽക്ക് ഒക്കെ ഉണ്ടാക്കാറുണ്ട്, അന്നേരം ഇതിന്റെ അകത്താണ് ഇടാറുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് കുടിക്കാനായതുകൊണ്ട് നമ്മൾ ശകലം ചുവന്നുള്ളി ചതച്ച് ഇടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുടിക്കാനായതുകൊണ്ട് ശകലം ചുവന്നുള്ളിയും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ നല്ല തണുപ്പുണ്ടാവും. ഇച്ചിരി ചുവന്നുള്ളി കൂടെ ഇടുമ്പോൾ ഒരു ശകലം കരിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. പച്ചക്കറിവേപ്പിലയും കൂടെ അല്ലേ? എന്നിട്ട് നമ്മളൊന്ന് പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭാരം കുടിക്കാൻ നേരത്തെ ഉള്ളി ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്നത്തേക്ക് മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഇട്ടാലും അപ്പൊ തന്നെ ഇടുന്നതാണ് എപ്പോഴും ഫ്രഷ് ടേസ്റ്റ് നല്ലത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു പ്രത്യേകതയുള്ള എന്നാ വെച്ചാൽ എനിക്കിത് ഇങ്ങനെ ഒരു ലൈം ജ്യൂസ് ഇച്ചിരി കൂടെ ഇതിനകത്ത് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഒരിക്കലും ഒന്ന് ചെയ്തു നോക്കുക അങ്ങനെ സംഭാരത്തിന്റെ അകത്ത്. അതും ഈ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സംഭാരത്തിൽ ഒരിക്കലും ചേർക്കരുത്. നമ്മൾ കുടിക്കാൻ നേരത്തെ അതിലേക്ക് ലേശം ലൈം ജ്യൂസും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഒരു ഹാഫ് ലൈം അല്ലെ, ഒരു പകുതി ലൈം ജ്യൂസും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ട് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നോക്ക്. ആക്ച്വലി ഇതിന്റെ ആവശ്യമില്ല ഇതിന്റെ അകത്ത്, പക്ഷെങ്കിൽ ഇങ്ങനെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നോക്കിക്കേ, അമ്മയൊന്ന് കുടിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ ലൈം ജ്യൂസ് ഒക്കെ ഒഴിച്ച സംഭവം അമ്മയൊന്ന് കുടിച്ചു നോക്കി. ഗ്ലാസ്സിൽ നല്ലാണ്ട് കുടിച്ചോ, സ്പൂൺ കൊണ്ട് കുടിച്ചാൽ എങ്ങനെയാ മനസ്സിലാവുന്ന? സംഭാരമൊക്കെ മല്ലപ്പഴം കുടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? ആ ലൈം വന്നപ്പോ നല്ല ടേസ്റ്റ് ഇല്ലേ? അതാ പറഞ്ഞത്, നാരങ്ങാനീര് ഒഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് നാരങ്ങയുടെ ഇല ഇടുന്നതും ഇഷ്ടം. നമ്മൾ കറിവേപ്പില ഇടുന്നത് പോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ അത് തന്നെ ചെറുനാരങ്ങയുടെ ഇല പഠിച്ചിട്ട് പയ്യെ ഒന്ന് ഞെരുടിയിട്ട് ഇതിനകത്തേക്ക് അങ്ങ് ഇടണം. അത് നാരങ്ങ വെള്ളത്തിനും നല്ല. അപ്പൊ ഞങ്ങളൊക്കെ ഈ പണ്ടുണ്ടല്ലേ, മോരൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഈ ഉണക്കാവുമ്പോ ഭയങ്കര ദാഹമല്ലേ. ഞങ്ങൾ വാളംപുളിയാണ് നമ്മുടെ വാളംപുളി. അതൊക്കെ അവിടെ പുളിമരം ഉണ്ട് ഇഷ്ടം പോലെ. വാളംപുളി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും. വാളംപുളി കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും. മാങ്ങാ സംഭാരം, പുളി സംഭാരം, അങ്ങനെ പലതരം സംഭാരങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാം നമ്മുടെ ചാനലിലൂടെ. ഭയങ്കര നല്ലതാ. കൊയ്ത്തുപാടത്തൊക്കെ ഇത് കൊണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. കൊയ്യുന്നവർക്ക് പെണ്ണുങ്ങൾക്ക് വെള്ളം കുടിക്കാനേ. ഏത് പുളി ഉപയോഗിച്ചല്ലേ? പുളിയുടെ സംഭാരം. അപ്പൊ നമുക്ക് പുളി സംഭാരം ഒരിക്കലും ഉണ്ടാക്കാം. പിന്നെ പച്ചമാങ്ങ സംഭാരം ഉണ്ട് അല്ലെ? പല ടൈപ്പ് സംഭാരങ്ങളായിരുന്നു പണ്ട്. ഇന്നായപ്പോഴത്തേക്കും ജ്യൂസുകള്, പാക്കറ്റ് ജ്യൂസുകള്, പലതരം ജ്യൂസുകളാണ് ഇന്ന് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ദാഹശമനം ഒക്കെ അതൊന്ന് വേറെ തന്നെയാ അല്ലെ? അപ്പൊ എന്തായാലും ഇച്ചിരി നമുക്ക് കുടിച്ചിട്ട് ഞാൻ മതി. കാരണം ഇത് ഒത്തിരി ഉണ്ട്. ഇത് വലിയ ഗ്ലാസ് ആണ് ഇത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പിന്നെ നല്ലതാ, നല്ല അല്ലേ? നല്ല തണുപ്പും. ഇത് കുടിച്ചാൽ കിടന്ന് അങ്ങ് ഉറങ്ങും. അപ്പൊ ഇതിനകത്ത് ഐസ് ക്യൂബ് വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇത് തണുപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നിങ്ങൾ കാണുമ്പോൾ പേടിച്ചു പോകരുത്. കാരണം ഇത് ഫുൾ ഐസ് അല്ല, ഇതിന് ചുറ്റിനും മാത്രമാണ് ഐസ് ഫോം ചെയ്തിട്ടുള്ളൂ. മരത്തിന്റെ പോട് പോലെ. അത് തന്നെ. കാരണം അത് നമ്മൾ പുതിയതായിട്ട് ഇപ്പൊ വാങ്ങിച്ച ഇതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഒരു മിനിറ്റ്. ഇന്നലെ ഇതാണ് നമ്മുടെ ഐസ് ഉണ്ടാക്കുന്ന ട്രേ. കണ്ടോ? ഇത് ഞാൻ ഇന്നലെ പോത്തീസില്ലേ, നമ്മുടെ എറണാകുളത്ത് കലൂര് പോത്തീസിൽ പോയപ്പോ അവിടുന്ന് വാങ്ങിച്ചാണ് ഇത്. ഇതിന് 110 രൂപയ്ക്ക് ഇതുപോലത്തെ 2 എണ്ണം കിട്ടി കേട്ടോ. 2 ഐസ് ക്യൂബിന്റെ ട്രേ കിട്ടി 110 രൂപയ്ക്ക്. അവിടെ ഓഫർ ഉണ്ടായിരുന്നാണ്. ഇനി അല്ലെങ്കിൽ ഇവരൊക്കെ കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ഇത് വാങ്ങിച്ചതിന്റെ കാര്യം എന്താ വെച്ചാൽ വേനലായതുകൊണ്ട് നമുക്ക് പലതരം നാടൻ വെള്ളങ്ങളും തണുത്ത വെള്ളവും ഒക്കെ കുടിക്കുന്നത് നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചത്. അപ്പൊ കുറെ ഐറ്റംസ് നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഈ നാടൻ പാനീയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. കുടിക്കണം. സംഭാരം ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കുടിക്കണം. അപ്പൊ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോസ്, അമ്മയുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.